വീട്ടുജോലി ചെയ്യേണ്ടത് സ്ത്രീകളാണെന്ന പാട്രിയാർക്കിയൽ ബോധത്തിന് 2024-ലും വലിയ കുറവൊന്നും വന്നിട്ടില്ല. അത് തെളിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട്. പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി സമയം സ്ത്രീകൾ വീട്ടുജോലി ചെയ്യേണ്ടി വരുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം ഫെബ്രുവരി 25-നാണ് ടൈം യൂസ് സർവേ 2024 എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതുപ്രകാരം സ്ത്രീകൾ ഒരു ദിവസം 4 മണിക്കൂറും 49 മിനിറ്റുമാണ് വീട്ടുജോലികൾ ചെയ്യേണ്ടി വരുന്നത്. ശമ്പളമില്ലാത്ത ജോലിയാണെന്ന് പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. അതേസമയം പുരുഷന്മാരുടെ ശരാശരി 1 മണിക്കൂറും 28 മിനിറ്റും മാത്രമാണ്. 2019-നെ അപേക്ഷിച്ച് സ്ത്രീകൾ എടുക്കുന്ന പണിയിൽ ഒരു 10 മിനിറ്റിന് കുറവുണ്ടായി എന്നത് മാത്രമാണ് കുറവായി പറയാനുള്ളത്. അവിടെയുള്ളൊരു പ്രശ്നം ഈ കാലയളവിൽ പുരുഷന്മാർ ചെയ്യുന്ന പണിയുടെ സമയം 9 മിനിറ്റ് കുറഞ്ഞു എന്നതാണ്. പാചകവും വൃത്തിയാക്കലും ഉൾപ്പെടെയുള്ള പണികളുടെ കണക്ക് മാത്രമാണിത്. അതിനു പുറമെയുള്ള വീട്ടിലെ അംഗങ്ങളുടെ പരിചരണത്തിനും സ്ത്രീകളാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. 15-നും 59-നും വയസ്സിനിടെ പ്രായമുള്ള പുരുഷ പങ്കാളി പരിചരണത്തിനായി മാറ്റിവെക്കുന്നത് 1 മണിക്കൂറും 14 മിനിറ്റുമാണെങ്കിൽ സ്ത്രീകൾ ചെലവഴിക്കുന്നത് പ്രതിദിനം 2 മണിക്കൂറും 20 മിനിറ്റുമാണ്. വീട്ടിലെ കുട്ടികളെ അടക്കം പരിചരിക്കുന്നതിൽ 41% സ്ത്രീകളും അവരുടെ സമയം മാറ്റിവെക്കുമ്പോൾ 21.4% പുരുഷന്മാർ മാത്രമാണ് അതിന് തയ്യാറാകുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു. വീട്ടുജോലി പോലെ കുടുംബാംഗങ്ങളുടെ പരിചരണവും സ്ത്രീകളുടെ മേൽ മാത്രമായി അടിച്ചേൽപ്പിക്കുന്ന ഇന്ത്യൻ സാമൂഹിക ഘടനയാണ് ഈ കണക്കുകൾ സ്ഥിരീകരിക്കുന്നത്. ഇനി മൊത്തം ഒരു ശരാശരി കണക്കെടുത്താൽ 15-നും 59-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ ശമ്പളമില്ലാത്ത ഗാർഹിക സേവനങ്ങൾക്കായി ദിനേന ചെലവഴിക്കുന്നത് 5 മണിക്കൂറിലധികമാണ്. പറയുന്നത് മുഴുവൻ 2024-ലെ കണക്കാണ്. രാജ്യത്തെ സ്ത്രീകളുടെ വീട്ടുജോലി ഭാരമാണ് തൊഴിൽ മേഖലയിലെ പങ്കാളിത്തത്തിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്നതെന്ന് നേരത്തെയും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒട്ടേറെ സാമൂഹികമായി മുന്നോട്ട് പോയെന്ന് അവകാശപ്പെടുന്ന 2024-ലും പക്ഷേ അതേ പ്രശ്നം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നതിന്റെ നേർചിത്രമാണ് ഈ റിപ്പോർട്ട്. നേരത്തെ പറഞ്ഞ പ്രായപരിധിയിലുള്ള 75% പുരുഷന്മാരും വേതനമുള്ള തൊഴിലിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളിൽ 4-ൽ ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കുന്നുള്ളൂ. അതേസമയം 83.9% സ്ത്രീകളും ഓരോ ദിവസവും ശമ്പളമില്ലാത്ത വീട്ടുജോലികൾ ചെയ്യുന്നവരാണ്. 2019-ൽ ഇത് 84%ആയിരുന്നു. 5 വർഷം കഴിയുമ്പോഴും ഉണ്ടായിരിക്കുന്നത് 0.1% മാത്രം കുറവാണ്. പാചകം, ശുചീകരണം, വൃദ്ധരെയും മുതിർന്നവരെയും കുട്ടികളെയും പരിപാലിക്കൽ എന്നിവയുൾപ്പെടെയുള്ള ശമ്പളമില്ലാ ജോലികളുടെ ഭാരം പ്രധാനമായും സ്ത്രീകളിലാണ് എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഇവയൊന്നും ജോലിയായി പോലും അംഗീകരിക്കപ്പെടുന്നുമില്ല. അങ്ങനെ ഉണ്ടായാൽ ഇന്ത്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് ഡെവലപ്മെന്റ് എക്കോണമിസ്റ്റായ ഈശ്വർ അധികാരി അഭിപ്രായപ്പെടുന്നത്. തൊഴിൽ മേഖലയിൽ സജീവമായി ഏർപ്പെടുന്ന സ്ത്രീകൾ പോലും പലപ്പോഴും വീട്ടുജോലികളുടെ അധിക ഭാരം പേറുന്നവരാണ്. ഇത് തൊഴിലിടത്തെ അവരുടെ ഉൽപ്പാദനക്ഷമതയെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ കണക്കുകൾ പ്രകാരം ഇരട്ടി ഭാരം മൂലം ആഴ്ചയിൽ 40 മണിക്കൂർ പോലും തൊഴിലിടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത സ്ത്രീകളുടെ എണ്ണം വർഷാവർഷം വർദ്ധിക്കുകയാണ്. 2017-18-ൽ 40%ആയിരുന്നുവെങ്കിൽ 2022-23-ൽ അത് 54%ആയിട്ടാണ് ഉയർന്നത്. സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് വരാത്തതിനും ജോലി അന്വേഷിക്കാത്തതിനും കാരണം വീട് പരിപാലനമാണ് എന്ന് കഴിഞ്ഞ വർഷം പുറത്തുവന്ന ലേബർ ഓർഗനൈസേഷൻ പഠനത്തിൽ പറയുന്നു. 125 രാജ്യങ്ങളിലാണ് ഇതേ അവസ്ഥ നിലനിൽക്കുന്നത്.